അങ്ങനെ IMU CETയുടെ റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. IMUവിൻ്റെ വെബ്സൈറ്റിൽ നിന്നും റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു തിങ്കളാഴ്ച മുതൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും എന്നാണ് IMUവിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി എന്തെന്നുള്ള കാര്യത്തിന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാനൊരു 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാം. DNSന് പോകുന്നവർ എന്ത് ചെയ്യണം, ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിന് പോകുന്നവർ എന്ത് ചെയ്യണം, BSc നോട്ടിക്കൽ സയൻസിന് പോകുന്നവർ എന്ത് ചെയ്യണം, ഇങ്ങനെ 3 ടോപ്പിക്കുകളായിട്ട് ഞാൻ ഇതിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ DNSന് വേണ്ടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും IMUവിൻ്റെ റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു DNS ഒരു അഫിലിയേറ്റഡ് കോളേജിൽ, അതായത് ആംഗ്ലോ ഈസ്റ്റേൺ, ടൊളാനി മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലുള്ള കോളേജുകളിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്പോൺസർഷിപ്പ് കിട്ടിയ ആൾക്കാർ IMU CETക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പോൺസർഷിപ്പ് തരുന്ന കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അഡ്മിഷൻ പ്രൊസീജിയറായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇനി സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല, IMU CET ക്ലിയർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇനി ഏതെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പ് ബാക്കിയുണ്ടെങ്കിൽ അതിന് എത്രയും വേഗം ആപ്ലിക്കേഷൻ കൊടുക്കുക, അത് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവർ IMUവിൻ്റെ ക്യാമ്പസ് ഞാനിത് അധികം സജസ്റ്റ് ചെയ്യാറില്ല, കാരണം എപ്പോഴും പ്ലേസ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ വരാറുള്ളത് കൊണ്ട് IMUവിൻ്റെ തന്നെ ക്യാമ്പസുകളിൽ നമുക്ക് ലീഗലി പഠിക്കാൻ പറ്റും. വിത്തൗട്ട് സ്പോൺസർഷിപ്പ് DNS കോഴ്സിന് പഠിക്കാൻ പറ്റും. അപ്പോൾ IMU CETക്ക് നല്ല റാങ്ക് ഉള്ളവർക്ക് ഇനി ഒരു കൊല്ലം വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ല, പഠിക്കണമെന്നുണ്ടെങ്കിൽ IMU ചെന്നൈ, IMU മുംബൈ, IMU കൊച്ചി DNS ഉള്ള ഈ ഒരു ക്യാമ്പസുകളൊക്കെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് അപേക്ഷ കൊടുക്കാം. കൗൺസിലിങ്ങിൻ്റെ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. കൗൺസിലിങ്ങിന് നിങ്ങളൊരു 10,000 റുപ്പീസ് ഫീസ് കൊടുത്ത് നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഓരോ കോളേജ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് അവർ ഓരോ കോളേജ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ. അതായത് നമ്മൾ +1 +2 10ാം ക്ലാസ്സിന് ശേഷം നമ്മൾ ഈ ഏകജാലകം ഒക്കെ സംവിധാനമില്ല, അതുപോലൊരു രീതിക്കുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീസ് റീഫണ്ടബിൾ ആണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ പോർട്ടൽ ഓപ്പൺ ആവണം. അപ്പോൾ എല്ലാവരും IMUവിൻ്റെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് DNSന് വേണ്ടിയുള്ളത് ചെയ്യുന്നത്. സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ റെഡി അല്ല, നിങ്ങൾ IMU ക്യാമ്പസിൽ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഫെബ്രുവരി ബാച്ചിലേക്ക്, ഇപ്പോൾ ഓൾറെഡി IMU CET ക്ലിയർ ആയ ആൾക്കാർക്ക് അടുത്ത ഫെബ്രുവരി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും. ഫെബ്രുവരിയിൽ ഇപ്പോൾ ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ, സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, 7 ഐലൻഡ്സ്, ഇതുപോലുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതുപോലുള്ള ക്യാമ്പസുകളൊക്കെ ഫെബ്രുവരി ബാച്ച് നടത്തുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴായിരിക്കും എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അതിലേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസ് ആണ് DNSൻ്റെ നോക്കുന്ന ആൾക്കാർക്ക് ഉള്ളത്. അടുത്തതായിട്ട് BSc നോട്ടിക്കൽ സയൻസ് നോക്കുന്നവരുടെ കാര്യമാണ്. BSc നോട്ടിക്കൽ സയൻസ് നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ IMU CET ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. അല്ല നിങ്ങൾക്ക് സ്പോൺഷിപ്പോട് കൂടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അമേറ്റിലൊക്കെ സ്പോൺഷിപ്പ് ഓൾറെഡി കിട്ടിയവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അല്ലാത്തവർ നല്ല പ്ലേസ്മെൻറ്റുള്ള ടൊളാനി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആക്കുക. ഓൾറെഡി നിങ്ങൾക്ക് IMU റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്, നിങ്ങൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാമായി. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് എന്ന റിസ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നൊരു ഉറപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു കോളേജുകൾ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ നല്ല നല്ല കോളേജിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ BScക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന കോളേജുകളൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഈ ഒരു കോളേജുകൾ മാത്രമാണ് പ്രിഫർ ചെയ്യുള്ളൂ. എൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്പോൺഷിപ്പാണ്, അല്ലെങ്കിൽ നല്ല പ്ലേസ്മെൻറ്റ് ഒക്കെ ഉള്ള കോളേജാണ്. പിന്നെ നല്ല ടോപ്പ് റാങ്ക് ഉള്ളവർക്ക് IMU മുംബൈ ഒക്കെ എടുക്കാൻ നോക്കുക, BSc നോട്ടിക്കൽ സയൻസിന് TS ചാണക്യൊക്കെ എടുക്കാൻ നോക്കുക. അവിടെയൊക്കെ അത്യാവശ്യം പ്ലേസ്മെൻറ്റ് റെക്കോർഡുണ്ട്. പിന്നെ ബാക്കിയുള്ള കോളേജുകൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് നല്ല ടോപ്പ് റാങ്ക് 1000 റാങ്കിലൊക്കെ താഴെയാണെങ്കിൽ 2000 റാങ്കിലൊക്കെ താഴെയാണെങ്കിൽ നിങ്ങൾ IMU കോളേജുകൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് BSc നോട്ടിക്കൽ സയൻസ് പോകുന്നവർ നോക്കേണ്ടത്. മൂന്നാമതായിട്ട് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് നോക്കുന്നവരുടെ കാര്യമാണ്. നിങ്ങൾ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകളാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി IMU ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് IMU കൊൽക്കത്ത ഏകദേശം 240 സീറ്റ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ IMU കൊൽക്കത്തയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുക. നല്ലൊരു ഏറ്റവും ഒരു ഓൾഡസ്റ്റ് കോളേജാണ് മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ് റെക്കോർഡും ഉള്ളൊരു കോളേജാണ്. അപ്പോൾ IMU കൊൽക്കത്ത നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൊളാനി പോലുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ട്രൈ ചെയ്യാം. പിന്നെ IMU മുംബൈയിലും അത്യാവശ്യം പ്ലേസ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ നല്ല റാങ്കുള്ള ആൾക്കാർക്ക് നിങ്ങളൊരു എൻക്വയറി ചെയ്യുക, നല്ലപോലെ പ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ. അതിനുശേഷം ഈ ക്യാമ്പസുകൾ സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള ഒരുപാട് അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് IMUവിൻ്റെ ബ്രോഷറിൽ വളരെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കോളേജുകളിൽ നിങ്ങൾക്ക് റിസ്ക് എടുത്ത് പഠിക്കാം, പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അങ്ങനത്തെ കോളേജുകളിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാം. പക്ഷേ ഞാൻ ഇതൊന്നും എൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാറില്ല. നിങ്ങൾക്ക് നല്ലൊരു സ്പോൺഷിപ്പോ അല്ലെങ്കിൽ നല്ല പ്ലേസ്മെൻറ്റ് റെക്കോർഡുള്ള കോളേജ് മാത്രം എടുക്കാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്.
ഇനി IMUCET കിട്ടിയിട്ടില്ല എന്നുള്ളവരുണ്ട്. ഇവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ മറൈൻ എഞ്ചിനീയറിംഗിനെ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 4 കൊല്ലത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാം. അതിനുശേഷം 1 ഇയർ GME എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 1 ഇയർ ഇനി റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ മറൈൻ ഫീൽഡിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് 1 ഇയർ GME എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതിന് ഒരുപാട് കമ്പനീസ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. അല്ല നിങ്ങൾക്കൊരു ഇലക്ട്രിക്കൽ ഓഫീസർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് ഒരു BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അതിനുശേഷം ETO എന്ന് പറഞ്ഞ 4 മാസത്തെ കോഴ്സും സ്പോൺസർഷിപ്പോടുകൂടി പാസ്സാവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പോകേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിൽ വളരെ കൃത്യമായിട്ടുള്ള GME കോഴ്സിനെ പറ്റിയും ETO കോഴ്സിനെ പറ്റിയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഒരു സജഷനായിട്ട് എടുക്കാം. അതുപോലെ BSc നോട്ടിക്കൽ സയൻസിന് പോകുന്നവർക്ക് നിങ്ങൾക്ക് IMUCET കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. IMUCET ഇല്ലാണ്ട് നമുക്ക് DG ഷിപ്പിംഗ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ 14,000 പേരുടെ ഓൾമോസ്റ്റ് 14,200 പേരും എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ ക്വാളിഫൈഡ് ആയേക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ കോളേജ് എങ്ങനെയെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റും. അല്ലാത്ത IMUCET ക്വാളിഫൈ ആവാത്തവർക്ക് തീർച്ചയായിട്ടും എങ്ങും ലീഗലി അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. ബിക്കോസ് DG ഷിപ്പിംഗ് നോട്ടിഫിക്കേഷൻ ഉള്ളതാണ്. IMUCET ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ IMUCET ക്വാളിഫൈഡ് ആവുക എന്നത് ഒരു മിനിമം ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുള്ളതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ അത് ഇല്ലാണ്ട് നമുക്ക് ഒരു കാരണവശാലും ഏതെങ്കിലും കോളേജ് അഡ്മിഷൻ തരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ ഒരു കോഴ്സിന് വലിയ വാലിഡിറ്റിയോ അല്ലെങ്കിൽ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾ എടുക്കാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സുകളൊക്കെ നോക്കുന്ന IMUCET കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്